ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് വാഴയ്ക്കാണ്, ചെറുത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞതിന് വെള്ളത്തിലിട്ടിട്ടുള്ളതാണ്, അത് കറുത്തു പോകാതിരിക്കാൻ വേണ്ടി. ഇത് നേത്രക്കായാണ്. ഇനി കുറച്ച് പരിപ്പ്, നമ്മൾ സാമ്പാർ പരിപ്പാണ്, കടലപ്പരിപ്പായാലും കുഴപ്പമൊന്നുമില്ല. അതിനെ കോരായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ശാല എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഉഴുന്നൻ പരിപ്പും കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഉഴുന്നമ്പരിപ്പ് ചേർന്ന് കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടി തന്നെ നമുക്ക് കുതിരാൻ വെച്ചിട്ടുള്ള പരിപ്പിനെയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് അപ്പോഴപ്പോഴാണ് ഒന്ന് ഇളക്കി കൊടുക്കണം, വാഴയ്ക്കായതുകൊണ്ട് അടി പിടിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടി തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. വാഴയ്ക്ക് വെന്ത് വരാറാവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടി തന്നെ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് വാഴയ്ക്ക ഒന്ന് സോഫ്റ്റായി കിട്ടാൻ കണക്കായി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ്. ഒന്ന് ചെയ്ത് നോക്കുക. ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.